Hello learners, welcome back to my channel Commerce Cabin by Grace, a helping hand to succeed. ബഹുജനം പലവിധം എന്നാണല്ലോ പറയുന്നത്. അപ്പം ആളുകൾ കൂടുമ്പം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഉള്ളത്. അതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും കൊളീഗ്സിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ് ഉള്ളത്. അതിനെ നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCO 1 യൂണിറ്റ് 14 കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. രണ്ടോ അതിലധികമോ ആളുകൾ കൂടുന്നിടത്ത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഡിസഗ്രീമെന്റ് ആണ്. അതായത് ഡിസഗ്രീമെന്റ് ബിറ്റ്വീൻ ടു പേഴ്സൺ അല്ലെങ്കിൽ ടു ഗ്രൂപ്പ്സ് ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ ഐഡിയാസ്, വാല്യൂസ്, ബിലീഫ്സ്, ഇൻട്രസ്റ്റ്. ആശയപരമായോ അല്ലെങ്കിൽ വിശ്വാസപരമായോ അല്ലെങ്കിൽ താല്പര്യങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന ഡിസഗ്രിമെന്റിനെയാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയാനായിട്ട് കഴിയുന്നത്. അടുത്ത ഏരിയയാണ് നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഫങ്ഷണൽ കോൺഫ്ലിക്റ്റും ഉണ്ട്, ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റും ഉണ്ട്. അതിലെ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റിനെ നമുക്ക് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഗ്രൂപ്പ്സിന് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഫ്ലിക്റ്റിനെയാണ് നമുക്ക് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ബട്ട് ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ടീം വർക്കിനെയും അതിന്റെ പെർഫോമൻസിനെയും ഹിൻഡർ ചെയ്യുന്ന കോൺഫ്ലിക്റ്റിനെയാണ് ഡിസ്ഫങ്ഷണൽ എന്ന് പറയുന്നത്. ഇത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഡിസഗ്രിമെന്റ് ആണ്. അതായത് നല്ലതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ, അതിനെ നമുക്ക് ഫങ്ഷണൽ എന്നും ഒരു കാര്യമില്ലാതെ ചുമ്മാതെ എല്ലാ കാര്യത്തിനെയും ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയാണ് ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് നോക്കാം. ഒന്നാമത്തേത് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതെന്ന് പറയുന്നത് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ലേണിങ്ങിന് അല്ലെങ്കിൽ ഗ്രോത്ത് എമംഗ് ഇൻഡിവിജ്വൽസിന് കാരണമാകുന്നു. മൂന്നാമത്തേത് ഇറ്റ് ഇംപ്രൂവ്സ് വർക്കിംഗ് റിലേഷൻഷിപ്പ് അല്ലെ. നാലാമത്തേതാണ് ഓർഗനൈസേഷനിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഈ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് കഴിയുന്നു. ഇനി ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അൺഹെൽത്തി ആണ്, ഡിസ്ട്രക്റ്റീവ് ഡിസഗ്രിമെന്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഫോക്കസസ് ഓൺ ദ കോൺഫ്ലിക്റ്റ് ആൻഡ് ദ പാർട്ടീസ്. അതായത് എപ്പോഴും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും എല്ലാ കാര്യത്തിനും ഉടക്ക് പറയത്തില്ലേ, അതാണ്. അതായത് കോൺഫ്ലിക്റ്റുകളെ മാത്രം അല്ലെങ്കിൽ പാർട്ടീസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ഡ്രെയിൻസ് എനർജി ആൻഡ് ലീഡ്സ് ടു അഗ്രസീവ് ആക്ട് അല്ലെ. ചുമ്മാതെ ഇങ്ങനെ എല്ലാത്തിനും ഡിസഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി തന്നെയാണ് ഡ്രെയിൻ ഔട്ട് ആവുന്നത്. അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ആക്ടിലേക്കും ഇത് നയിക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് നോക്കാം. കോൺഫ്ലിക്ട്സ് നമുക്ക് പല വിധത്തിലുണ്ട്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ലെവൽ ഉണ്ട്, ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇത് പറഞ്ഞത്. In particular, 3 types of conflicts are common in organization. അത് ടാസ്ക് കോൺഫ്ലിക്ട്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് ഉണ്ട്, പ്രോസസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിലെ ടാസ്ക് കോൺഫ്ലിക്റ്റ് നോക്കാം. ഓർഗനൈസേഷന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമുക്ക് ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ടാസ്ക് കോൺഫ്ലിക്റ്റ് ലീഡ്സ് ടു ദ കോണ്ടന്റ് ആൻഡ് ഗോൾ ഓഫ് ദ വർക്ക്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ടാസ്ക് കോൺഫ്ലിക്റ്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ട് വ്യക്തികൾക്ക് അവരുടെ ബിഹേവിയറിലോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലോ നീഡ്സിലോ ഒക്കെ ഉണ്ടാകുന്ന ഡിഫറൻസസ് മൂലം ഒരു ടാസ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നതിനെയാണ് നമുക്ക് ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് ആണ് പ്രോസസ് കോൺഫ്ലിക്റ്റ്. അതായത് എങ്ങനെ ഒരു വർക്ക് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഡിസഗ്രിമെന്റ് ആണ് പ്രോസസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കുന്നതിനെ ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്നും ആ ഒരു വർക്ക് എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഡിസഗ്രിമെന്റിനെ നമുക്ക് പ്രോസസ് കോൺഫ്ലിക്റ്റ് എന്നും പറയാൻ പറ്റും. മൂന്നാമത്തേതാണ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണിത്. അതായത് മറ്റ് ടീം മെമ്പേഴ്സിന്റെ പൊളിറ്റിക്കൽ വ്യൂ അല്ലെങ്കിൽ റിലീജിയസ് വ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിനെയൊക്കെയുള്ള ഒരു ഡിസഗ്രിമെന്റിനെയാണ് നമുക്ക് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ഏരിയ ആണ് ദ കോൺഫ്ലിക്റ്റ് പ്രോസസ്. അതിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിനും ഒരു പ്രോസസ് ഉണ്ട് അല്ലേ, അത് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്
പൊട്ടൻഷ്യൽ ഒപ്പോസിഷൻ ആണ്. അതായത് പല കാരണങ്ങൾ കൊണ്ട് ഒപ്പോസിഷൻ വരാം അല്ലെ. കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഇൻസഫീഷ്യന്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് മൂലം ഒക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്തായിരിക്കും, പേഴ്സണൽ വാല്യൂസ് മൂലം അല്ലെങ്കിൽ പേഴ്സണൽ വേരിയബിൾസ് മൂലം ഓപ്പോസിഷൻസ് ഉണ്ടാകാം അല്ലെ. അതായത് മാനേജറിയൽ മാനേജേഴ്സ് അതോറിറ്റേറിയൻസ് ആകും, അതുമൂലം കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഒത്തിരി അങ്ങ് അധികാരം കാണിക്കാൻ വരുമ്പോൾ അവിടെയും ഒപ്പോസിഷൻസ് ഉണ്ടാകും അല്ലെ. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഒപ്പോസിഷൻ വരുന്നു. അത് പേഴ്സണൽ വേരിയബിൾസ് മൂലമാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമാകാം ഒപ്പോസിഷൻ വരുന്നത്. കോൺഫ്ലിക്റ്റിന്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് കോഗ്നിഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. അതിൽ ഇപ്പം അത് പറയാം, എയും ബിയും തമ്മിൽ ഒരു ഒപ്പോസിഷൻ ഉണ്ടെന്ന് വെച്ചു. അപ്പം രണ്ട് പാർട്ടീസിനും അങ്ങനെ ഒരു ഒപ്പോസിഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ജോണും അദ്ദേഹത്തിന്റെ ന്യൂ മാനേജർ ആയിട്ടുള്ള മാത്യുവും തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട്. അത് അവർ പേഴ്സണലി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവരെ പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം അത് അവരെ പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു മാനേജർ ആ ഒരു ഡിസഗ്രിമെന്റിനെ പറ്റി വറീഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് അവരെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പം ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിനെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് ബിഹേവിയർ. ഇതെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് എവിഡന്റ് ആകുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലേ. എ ഒരു കാര്യം ബിയോട് ഡിമാൻഡ് ചെയ്യുന്നു, ബി അതിനെ ആർഗ്യൂ ചെയ്ത് നിൽക്കുന്നു, എ ബിയെ ത്രെട്ടൺ ചെയ്യുന്നു. അങ്ങനെ ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ വരുന്ന സ്റ്റേജാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഔട്ട്കം. ഫോർത്ത് സ്റ്റേജ് ആണ് ഔട്ട്കം. കോൺഫ്ലിക്റ്റിന്റെ ഔട്ട്കം ഫങ്ഷണൽ ആകാം, ഡിസ്ഫങ്ഷണൽ ആകാം. കോൺഫ്ലിക്റ്റ് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ നമുക്കതിനെ ഫങ്ഷണൽ എന്നും, കോൺഫ്ലിക്റ്റ് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ അതിനെ ഡിസ്ഫങ്ഷണൽ എന്നും പറയാൻ പറ്റും. ഇനി അടുത്തതാണ് ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഇന്റർ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഇൻഡിവിജ്വലിന് അയാളിൽ തന്നെ ഉണ്ടാകുന്ന ഡിസഗ്രിമെന്റിനെയാണ് നമുക്ക് ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ലെവൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണിത്. അതായത് ഫ്രസ്ട്രേഷൻ, ഗോൾ കോൺഫ്ലിക്റ്റ്, റോൾ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ മൂലം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 2 or more കോമ്പീറ്റിംഗ് ഗോൾസ് ഉണ്ടെങ്കിൽ ഒരു ഗോള്, അതിലേതെങ്കിലും ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഗോളിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഈ രണ്ട് ഗോൾസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമുക്ക് ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതിൽ 3 types ഓഫ് ഗോൾ കോൺഫ്ലിക്റ്റ് ആണുള്ളത്. അപ്രോച്ച് ടു അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് ടു അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതിൽ അപ്രോച്ച് ടു അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, നല്ല 2 ജോബ്സിന് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയെന്ന് വെച്ചോ, ഒരേപോലെ നല്ലതാണ് ആ 2 ജോബ്സും. അപ്പം ഈ 2 അപ്രോച്ചസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഏതെടുക്കണമെന്ന്. അതായത് അത് രണ്ടും പോസിറ്റീവാണ്, അത് രണ്ടും നല്ലതാണ്, ഏത് സെലക്ട് ചെയ്യണമെന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. 2 പോസിറ്റീവ് ഗോൾസ് ഒരുമിച്ച് വരുമ്പം ഏത് സെലക്ട് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഗോളിനെയാണ് നമുക്ക് അപ്രോച്ച് ടു അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അപ്രോച്ച് ടു അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം ഇതിൽ 2 അപ്രോച്ചസ് ഉണ്ട്, ഒന്ന് പോസിറ്റീവും മറ്റേത് അത്രയ്ക്ക് പോസിറ്റീവ് അല്ലാത്തതും. അപ്പം അത് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തേതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 2 നെഗറ്റീവ് ഗോൾസ് ആണുള്ളത്, അയാൾ അത് ചൂസ് ചെയ്യുന്നുമില്ല, ആ ഒരു സിറ്റുവേഷൻ സിംപ്ലി ലീവ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ നിർബന്ധിതമാകുന്നതിനെയാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് റോൾ കോൺഫ്ലിക്റ്റ്. അതായത് വേണ്ടുന്നത്ര ടൈം ഇല്ലെങ്കിലും ഇൻഡിവിജ്വൽസ് സെവറൽ റോൾസ് പ്ലേ ചെയ്യേണ്ടതായിട്ട് വരുമ്പം അവിടെ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. അപ്പം അതാണ് ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ഏരിയ ആണ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. അത് ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലാണ് അല്ലെ. മറ്റേതെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അയാളിൽ തന്നെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ്.
ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുവരാം. പേഴ്സണൽ ഡിഫറൻസസ് കൊണ്ടുവരാം, ഇൻഫർമേഷൻ ഡെഫിഷ്യൻസി കൊണ്ടുവരാം, എൻവയോൺമെന്റൽ സ്ട്രെസ് കാരണം വരാം. പേഴ്സണൽ ഡിഫറൻസ് മൂലം വരുന്ന എങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ് അല്ലെ. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കാം, ഒരാളുടെ തെറ്റ് മറ്റൊരാളുടെ ശരിയായിരിക്കാം. സോ ഇതും കോൺഫ്ലിക്റ്റിന് കാരണമാകും. അടുത്തത് ഇൻഫർമേഷൻ ഡെഫിഷ്യൻസി ആണ്. മിസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ഒക്കെ കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. എൻവയോൺമെന്റൽ സ്ട്രെസ് നമുക്കറിയാലോ, ഡൗൺ സൈസിങ്, സ്കെയർ റിസോഴ്സസ്, ഇതെല്ലാം കോൺഫ്ലിക്റ്റിന് കാരണമാകും. മൂന്നാമത്തെ ടൈപ്പാണ് ഇന്റർ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. അതിൽ ഒന്നാമത്തേത് ടാസ്ക് ഇന്റർഡിപെൻഡൻസ്, അസിസ്റ്റൻസ്, ഇൻഫർമേഷൻ, ഇതിനെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് കുറച്ച് ഓവർ ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പിന്റെ പെർഫോമൻസിനെ അത് അഫക്ട് ചെയ്യും അല്ലെ. അതായത് നിങ്ങൾ കൂടുതൽ ചെയ്തു, ഇവര് കുറച്ച് ചെയ്തു, അങ്ങനെ. അടുത്തത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ്. അതിൽ ഒന്നാമത്തേത് കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് സ്ട്രാറ്റജിയാണ്. അതായത് ഉണ്ടാകാനുള്ള വഴക്കുകളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇഗ്നോറിങ് ദ കോൺഫ്ലിക്റ്റ്. ഡയറക്ട്ലി ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതായത് നമുക്ക് വിഷയം മാറ്റാം, ചർച്ച പിന്നത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കൊണ്ടുവരാതിരിക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തേതാണ് ഇമ്പോസിങ് എ സൊല്യൂഷൻ. ഹയർ അതോറിറ്റീസ് ഡിവൈസ് ചെയ്ത ഒരു സൊല്യൂഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്ട്രാറ്റജി. മൂന്നാമത്തേതാണ് സ്മൂത്തിങ്. ഇതിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ടാക്ടിക്സ്. നമ്മൾ ഒരു കാര്യത്തെ ബലൂൺ ചെയ്ത് വഷളാക്കാതെ അതിനെ ലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് ആക്കുക എന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. നാലാമത്തേതാണ് അപ്പീലിംഗ് ടു സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ്. സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഡിഫ്യൂസ് ചെയ്യാം. ഹയർ ഗോൾസിനെ കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആക്കി നിർത്തുമ്പം കറണ്ട് പ്രോബ്ലം ഇൻസിഗ്നിഫിക്കൻ്റ് ആകും. അഞ്ചാമത്തേത് യൂസിങ് റെപ്രസെൻറ്റേറ്റീവ്. ഒപ്പോസിംഗ് ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും കൂടെ വിളിക്കാതെ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ മാനേജർ മീറ്റ് ചെയ്യുക. ആറാമത്തേത് ബാർഗെയിൻ. ഒരു സൊല്യൂഷനിലെത്താൻ കൺസെഷൻസ് ആവശ്യമാണെന്ന് രണ്ട് സൈഡിലെയും ആളുകൾക്ക് അവര് റിയലൈസ് ചെയ്യുന്നു. പക്ഷെ ആദ്യം ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് കുറച്ച് ഇഷ്യൂ ആണ്. അടുത്തത് പ്രോബ്ലം സോൾവിങ്. ഇതിൽ രണ്ട് പാർട്ടീസും ആ ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുകയും മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിനെ റിക്കൺസൈൽ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺഫ്ലിക്റ്റിനെ കുറിച്ചും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എങ്ങനെയാണെന്നും അതിന്റെ ലെവൽസ് എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ സ്ട്രാറ്റജീസ് എന്താണെന്നും ഒക്കെയാണ് പഠിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.